ഇന്നത്തെ ഈ സന്ദേശത്തിന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുവരെ ഈ പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടുള്ള മെസ്സേജുകളൊക്കെ ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷെ ഇതൊരു ഡിഫറൻറ്റ് മെസ്സേജ് ആയിരിക്കും. ഇതൊരാദ്യമായിട്ട് ചില പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കുന്ന, ഡിക്ലെയർ ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. ഞാൻ എന്ത് പറയാൻ പോകുന്നു എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ 2 വാക്കും ഒരു ഭയങ്കരമാകുന്ന നിയോഗവും കർത്താവ് തന്നിട്ടുണ്ട്. ഇത് സാധാരണ ഒരു പ്രവചന ശബ്ദം കേൾക്കാനിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ മെസ്സേജ് ഒട്ടും പ്രയോജനപ്പെടത്തില്ല. പക്ഷേ കേട്ട പ്രവചനങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്ന് നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടും. എല്ലാ കാലത്തും ഒരാത്മീയനാണോ അവൻ്റെ ജീവിതത്തിൽ ഒരു വൈരി ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു പ്രതിയോഗി ഉണ്ടായിരിക്കും. എല്ലാ കാലത്തും അതുണ്ടായിരിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് ഒത്തിരി അനുസരണക്കേടും കുറ്റവും ഒക്കെ പറയാനുണ്ട്. എങ്കിൽ പോലും ഇസ്രായേൽ മറ്റു പലർക്കും ഒരു ശത്രുവായിരുന്നു. ഇസ്രായേൽ ജനം പലർക്കും ഒരു ശത്രുവായിരുന്നു. പല രാജ്യക്കാർക്കും പല രാജാക്കന്മാർക്കും ഇസ്രായേൽ എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജാതി ഒരു വൈരിയുടെ സ്ഥാനത്തായിരുന്നു, ശത്രുവിൻ്റെ സ്ഥാനത്തായിരുന്നു, പ്രതിയോഗിയുടെ സ്ഥാനത്തായിരുന്നു. അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജാതി എല്ലാ കാലത്തും ആരുടെയെങ്കിലും ഒക്കെ മുൻപിൽ ഒരു വൈരിയായിരിക്കും. എന്താണ് ഒരു വൈരിയായി കാണുന്ന, അല്ലെങ്കിൽ ശത്രുവായി കാണുന്ന, അല്ലെങ്കിൽ പ്രതിയോഗിയായി കാണുന്ന ഒരു വ്യക്തിയെ എതിർപക്ഷത്ത് നിൽക്കുന്നവൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ശൂന്യമാക്കുക, അല്ലെങ്കിൽ വകവരുത്തുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവന്റെ സ്ഥാനത്തെ, ഇവന്റെ നിലനിൽപ്പിനെ, ഇവന്റെ ജീവിതത്തെ ഹനിക്കുക, തകർക്കുക, ശൂന്യാവസ്ഥയിലാക്കുക, അവന്റെ ചരിത്രം മായ്ച്ചു കളയുക. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോഴും സംഖ്യാപുസ്തകം നാം പഠിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ വല്ല വിധേനയും ഒതുക്കി കളയേണ്ടതിന് ബാലാഖ് എന്ന് പറഞ്ഞ മനുഷ്യൻ പഠിച്ച പണി 18 നോക്കിയിട്ടും നടക്കാണ്ട് വന്നപ്പോൾ പ്രവാചകനാകുന്ന ബിലയാമിനെ വിളിച്ച് ശപിച്ച് ഈ കൂട്ടത്തെ ഒന്നോടെ മുടിച്ചു കളയാം എന്ന് കരുതി. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ഇസ്രായേൽ ജനത്തെ കുറിച്ച്. ദൈവം സ്നേഹിക്കുന്ന ജാതിയാണെന്ന് പറയുന്നു ഇസ്രായേൽ ജനത്തെ കുറിച്ച്. കർത്താവ് അതിനകത്തുനിന്ന് ചിലരെ ശുശ്രൂഷയുടെ സ്ഥാനത്തേക്ക് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു വിശുദ്ധ ബൈബിളിൽ ഇസ്രായേലിനെ കുറിച്ച്. അങ്ങനെ പല കാര്യങ്ങളും ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ സംസാരിക്കുമ്പോൾ ദേണ്ടട ഒരുവൻ എഴുന്നേൽക്കുകയാണ് ഇസ്രായേലിനെ മുഴുവനായിട്ടും മുടിച്ചു കളയാൻ വേണ്ടി. ഒരു ബാലാഖ് എന്ന് പറയുന്ന മനുഷ്യൻ. ബാലാഖിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ മുതലാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ അധികമായി വേണ്ടത്. ആ ഭാഗം മുതലാണ് നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് അധികമായി വേണ്ടത്. ബാലാഖിനെ കുറിച്ച് പറയുമ്പോൾ ബാലാഖ് എന്ന പേരിന്റെ അർത്ഥം വിനാശകൻ എന്നാണ്. വിനാശകൻ, നശിപ്പിക്കുന്നവൻ. വളരെ മോശമായിട്ടുള്ളൊരു പേരല്ലേ. അവന്റെ പിതാവിന്റെ പേര് സിപ്പോർ എന്നാണ്. സിപ്പോർ എന്ന വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. എന്നാൽ ചരിത്രം അങ്ങോട്ടേക്ക് കയറി പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അവന്റെ അപ്പന്റെ പേര് പക്ഷി എന്ന് പറയാൻ പറ്റത്തില്ല. സിപ്പോറിന്റെ മകനാണ് ബാലാക്ക് എന്ന് ഹിബ്രു ബൈബിൾ പഠിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ബൈബിൾ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ അവിടുത്തെ പ്രവാചകനും മന്ത്രവാദിയുമായിട്ടുള്ള
ബിലയാമുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ പുസ്തകങ്ങൾക്കകത്ത് വളരെ ആഴത്തിൽ വിവരിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരായ ഇസ്രായേൽ സമൂഹത്തെ ശപിക്കുന്നതിനായി ബെയോറിന്റെ മകനായ ബിലയാമുമായി ഇടപഴകാൻ ബാലാക്ക് ശ്രമിച്ചു. ഹോളി ഗോസ്റ്റ് അബാകശാറ്റായ ലെംബാറ്റോഷസി റഖോമോഷസി റലൈമഗോഷസി ഖബ ലെംബാറ്റോഷസി ലിബറ്റസി കോട്ടസയ. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു കാര്യം ഞാൻ പറയാം. ആരെങ്കിലുമായിട്ടൊക്കെ കൂട്ടുചേർന്ന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനത്തെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ എന്നേക്കുമായി നശിപ്പിക്കാമെന്നുള്ള ചില ബാലാക്കുമാരുടെ ചിന്ത എൻ്റെ ദൈവം എന്നേക്കുമായി ബന്ധിച്ച് തകർക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം? എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു സിപ്പോറിന്റെ മകനാണ് ബാലാക്ക് എന്ന് പറഞ്ഞു. എന്നാൽ എബ്രായ ഭാഷയിൽ സിപ്പോർ എന്ന വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ആഴത്തിൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. എന്നാൽ സോഹർ പറയുന്നതനുസരിച്ച് ചരിത്ര പുസ്തകങ്ങൾ ഇത് ബാലാക്കിന്റെ പിതാവിന്റെ പേരല്ല, മറിച്ച് ബാലാക്ക് ഉപയോഗിച്ചിരുന്ന ഒരു മാന്ത്രിക ലോഹ പക്ഷിയെ പരാമർശിക്കുന്ന പേരാണ് ഈ സിപ്പോർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാലാക്ക് ബാലിന്റെ ആരാധകനാണ്. ബാലാക്ക് ബാലിന്റെ ആരാധകനാണ്. ഇവിടെ സോഹർ വിവരിക്കുന്നത് പോലെ അത്തരമൊരു പക്ഷിക്ക്, ഈ പറയുന്ന മാന്ത്രിക ലോഹ പക്ഷിക്ക് സ്വർണം കൊണ്ട് നിർമ്മിച്ച തലയും വെള്ളി കൊണ്ട് നിർമ്മിച്ച വായും വെള്ളിയിൽ ചെമ്പ് കലർന്ന ചിറകുകളും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നിങ്ങൾ കൂട്ടിക്കോ, എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചെടുത്തോ. അവസാനം ഞാൻ എൻ്റെ പേര് പറയാം. അതിന്റെ ശരീരം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷിയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ രീതിയിൽ വ്യവസ്ഥ അനുസരിച്ച് പക്ഷിയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പകൽ സമയത്ത് സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഒരു ജാലകത്തിലും രാത്രിയിൽ ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന ഒരു ജാലകത്തിലും വെക്കണം. അത് ആ പൂജാ വിധിയാണ്. പൂജകൾ ചെയ്യുന്നതിന് ചില വിധികളുണ്ട്, പൂജകൾ ചെയ്യുന്നതിന് ചില സമയങ്ങളുണ്ട്, പൂജകൾ ചെയ്യുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. എങ്കിൽ മാത്രമാണ് ആ ദൈവം അല്ലെങ്കിൽ ആ ദേവൻ പ്രസാദിക്കുകയുള്ളൂ. 7 പകലും 7 രാത്രിയും അതിന്റെ മുമ്പിൽ ധൂപം കാട്ടണം. ഈ പക്ഷിയുടെ മുമ്പിൽ ധൂപം കാട്ടണം. ഈ പക്ഷി എന്നതൊരു വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തെ ഒരു ദൈവമായി സങ്കല്പിക്കുന്നു. ബാലതിന് ആരാധന കൊടുക്കുന്നു. ബാലതിന്റെ മുമ്പിൽ ബാലാക്ക് അതിന് ആരാധന കൊടുക്കുന്നു. ബാലാക്ക് അതിന്റെ മുമ്പിൽ വണങ്ങുന്നു. എല്ലാം ചെയ്യുന്നു. എന്നിട്ടോ ഈ വിധി അനുസരിച്ച് 7 പകലും 7 രാത്രിയും അതിന്റെ മുമ്പിൽ ധൂപം കാട്ടണം. അപ്പോൾ പക്ഷി സംസാരിക്കും. ബൈബിളിനകത്ത് കാണും, ബൈബിളിനകത്തുണ്ട്. പക്ഷി സംസാരിക്കും. ഈ പക്ഷി ഉണ്ടാക്കിയ പക്ഷി സംസാരിക്കും. അർത്ഥം വിഗ്രഹം സംസാരിക്കും. പിശാചിന് ശക്തിയുണ്ടോ? പിശാചിന് തന്ത്രമുണ്ട്. അവന്റെ ചില പ്രവൃത്തികളുണ്ട്, അവന്റെ ചില ചേഷ്ടകളുണ്ട്. സാത്താന് എക്കാലവും മനുഷ്യനോട് പകയാണ്. കാരണം മനുഷ്യനാണ് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഇരിക്കുന്നത്. എന്നെ കാണുന്ന താങ്കളെ കുറിച്ച് ബൈബിൾ പറയുന്നത് താങ്കളുടെ അമ്മയെപ്പോലെയും അപ്പയെപ്പോലെയും ഒക്കെ ആയിരിക്കാം. പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നതിനനുസരിച്ച് താങ്കൾ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഉള്ള വ്യക്തിയാണ്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത എനിക്കെന്തുകൊണ്ട് ഈ കഷ്ടത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആരുടെയും ഒരു മുതലും മോഷ്ടിക്കാത്ത എൻ്റെ ജീവിതത്തിലെ നന്മകൾ ഇങ്ങനെ അപഹരിക്കപ്പെടുന്നതെന്ത്? നഷ്ടമായി പോകുന്നതെന്ത്? കയ്യിൽ നിൽക്കാത്തതെന്ത്? വന്ന് ചേരാത്തതെന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കാരണം ഇതാണ്. കാരണം ഒന്ന്,
നിങ്ങളുടെ രൂപവും സാദൃശ്യവും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവത്തിന്റെ രൂപവും സാദൃശ്യവുമാണ്. 2, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ള എന്തൊന്നിനെയും സാത്താൻ വെറുക്കുന്നു, പകയ്ക്കുന്നു. അതിനെ എന്നേക്കുമായി കഴിയുമെങ്കിൽ അത് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുൻപേ ഉദരത്തിനകത്തു വെച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ആത്മാവിൽ ഇപ്പോൾ സെൻസ് ചെയ്യുന്നു, ഈ ദൂത് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ സെൻസ് ചെയ്യുന്നു, ചില അബോർഷന്റെ സ്പിരിറ്റിനെ ദൈവത്തിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉദരത്തിനകത്തു വെച്ച് തന്നെ കുഞ്ഞുണ്ടെന്നറിയുമ്പോൾ, ഉദരത്തിനകത്ത് കുഞ്ഞ് പിണ്ടാകാരമായിരിക്കുന്നു എന്നറിയുമ്പോൾ, ഉദരത്തിനകത്ത് ഒരു ജീവൻ ഉരുവായി എന്നറിയുമ്പോൾ തന്നെ ആ ഉദരത്തിനകത്ത് വെച്ച് കുഞ്ഞിനെ നശിപ്പിക്കുന്ന സ്പിരിറ്റ് ഓഫ് അബോർഷൻ യേശുവിന്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ ക്യാൻസൽ ചെയ്യുന്നു. ഒരു വട്ടമെങ്കിലും നിനക്ക് അബോർഷൻ നടന്നിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും കുഞ്ഞാകുമെന്ന് കരുതിയിട്ട് അത് ഇല്ല എന്ന വാർത്ത നീ കേട്ടിട്ടുണ്ടോ? കാരണങ്ങൾ മെഡിക്കൽ സയൻസ് പലതും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അബോർഷന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. വൈ? ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. യേശുവിനെ അറിയുന്നവനെ, അറിയാത്തവനെ, കർത്താവിനെ ആരാധിക്കുന്നവനെ, ആരാധിക്കാത്തവനെ, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവനെ, വിശ്വസിക്കാത്തവനെ, നിന്നെയും ആരാധിക്കുന്നവനെയും അതേ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പക്ഷി സംസാരിക്കും. ബാലാക്കുണ്ടാക്കിയ ഈ പക്ഷി സംസാരിക്കും. ഈ 7 ദിവസം ഇതിന്റെ മുമ്പേ ധൂപം കാട്ടിക്കഴിയുമ്പോൾ ഈ പക്ഷി സംസാരിക്കും. ഈ പക്ഷി സംസാരിക്കാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയാനും തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഇത് പ്രവചിക്കും. എന്നാൽ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രഗത്ഭരായ മാന്ത്രികർക്ക് മാത്രമേ അത്തരമൊരു പക്ഷിയെ നിർമ്മിക്കാൻ കഴിയൂ, അത്തരമൊരു പക്ഷി ഉണ്ടാക്കാൻ കഴിയും. ആ പ്രായത്തിലെ ഏറ്റവും വലിയ മാന്ത്രികൻ ബാലാക്കായിരുന്നു. ബാലാക്ക് ആ കാര്യം ചെയ്തു. ആ പക്ഷിയെ ഉണ്ടാക്കി സംസാരിപ്പിച്ചു. എപ്പോഴും ബാലാക്കിന്റെ തോളിലിരുന്ന് ചെവിയിൽ ഇത് മന്ത്രിക്കും. എപ്പോഴും ചെവിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. വരുന്ന കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ഇത് സംസാരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവനെ പക്ഷിയുടെ മകൻ എന്ന വിളിപ്പേര് നൽകിയത്. ബൈബിൾ അതിന് സിപ്പോർ എന്ന വാക്ക് നൽകിയിരിക്കുന്നു. സിപ്പോറിന്റെ മകൻ, പക്ഷിയുടെ മകൻ എന്നൊരു വിളിപ്പേര് അവന് നൽകി എന്നാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷി ബാലാക്കിന്റെ ചെവിയിലിരുന്ന് ശരിയായ പ്രവചനം നൽകും. ശരിയായ പ്രവചന വാക്കുകൾ പറയുകയും ഇസ്രായേൽ പുത്രന്മാർക്കെതിരെ സ്വയം നിലകൊള്ളരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. തനിക്കും മോവാബ്യർക്കും വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചും ഈ പക്ഷി തന്നെ പറയും. ഈ പക്ഷി തന്നെ പറയുകയും ചെയ്തു. എന്നാൽ ഈ മുന്നറിയിപ്പ് ബാലാക്ക് ചെവിക്കൊണ്ടില്ല. ഇസ്രായേലിന് നേരെ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ശിക്ഷ വീഴും. ഈ പക്ഷി പറഞ്ഞു. ഇസ്രായേലിനെ നിങ്ങൾ തൊടാൻ പോകരുത്, അവരുടെ പക്കൽ ദൈവമുണ്ട്, നിങ്ങൾ നശിക്കും. പക്ഷി പറഞ്ഞു. ഇസ്രായേലിനെതിരെയുള്ള നിങ്ങളുടെ ചിന്താവിധികൾ നിങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ദൈവകോപം ചൊരിക്കും, നിങ്ങൾ തന്നെ നശിച്ചു പോകും. പക്ഷി പറഞ്ഞു. പക്ഷേ ബാലാക്ക് തൻ്റെ തെറ്റായ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. സംഖ്യാപുസ്തകം 22 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അവസാനം ബാലാക്ക് ചെയ്തൊരു പ്രവൃത്തി, എന്തൊക്കെ ചെയ്തിട്ടും ഇസ്രായേലിനെ തകർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്ത്? ഇനി അവസാനത്തെ ഒരു പണി, ബിലയാം എന്ന് പറയുന്ന അതിശക്തനായ പ്രവാചകനെ വിളിച്ച് ഈ പറയുന്ന ഇസ്രായേല് നടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു മൂലയെങ്കിലും മുക്കെങ്കിലും ഒന്ന് കണ്ടുകിട്ടി അവനെ നോക്കി അങ്ങോട്ട് ശപിക്കുക. നീ വരുന്നതും പോകുന്നതും കണ്ടിട്ട് നിന്റെ നിഴല് കാണുമ്പം നിഴൽ വെട്ടത്തിൽ തന്നെ നോക്കി പറയുന്ന ചില നെഗറ്റീവ് വാക്കുകളുണ്ടല്ലോ, ചില ശാപ വാക്കുകൾ, തലമുറകൾക്ക് നേരെ പറയുന്ന ദോഷ വാക്കുകൾ, നിങ്ങൾക്ക് നേരെ പറയുന്ന ചില ദോഷ വാക്കുകൾ, നിങ്ങളുടെ ജോലിയെ പറയുന്ന ചില ദോഷ വാക്കുകൾ, പരാമർശങ്ങൾ, അതിനെ എൻ്റെ ദൈവം എന്നേക്കുമായി ക്യാൻസൽ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു.
കേട്ടോ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കേട്ടോ. ബിലയാം വന്നു. ബിലയാമിന്റെ ഭാഗത്ത് ബിലയാം ആഭിചാരകനാണെന്നോ ബിലയാം ഒരു മന്ത്രവാദിയാണെന്നോ ഒന്നും ബൈബിളിൽ നമുക്ക് തെളിവില്ല. ബിലയാമിന് ഇസ്രായേലിന്റെ ചരിത്രം നന്നായിട്ട് അറിയാം. അതിന്റെ കാര്യങ്ങൾ അബ്രഹാമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, മോശയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രവാചകനാണ് ബിലയാം. പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്തെ തെറ്റ്? ബാലാക്ക് ആളെ വിട്ടപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു ദൂത് പറയുക, ചേരാൻ കൊള്ളാത്ത ബന്ധത്തിന്റെ കൂടെ ചേർന്നേക്കരുത്. ചേരാൻ കൊള്ളാത്ത ആൾക്കാരുമായിട്ട് ചേർന്നേക്ക്. ഞാനൊന്ന് ആലോചിക്കുക, അവരിനി എന്തോ വിചാരിക്കും, ഇവരിനി എന്തോ വിചാരിക്കും, മുഖം നോക്കി പണി ചെയ്യാൻ നിൽക്കല്ല്. സ്തോത്രം. ബിലയാമിന്റെ ഭാഗത്തെ തെറ്റും ദൈവത്തിന്റെ കോപം ജ്വലിക്കാൻ കാരണവും ബാലാക്ക് ആളെ വിട്ടപ്പം എന്നെ നിന്റെ പണി ചെയ്യാനല്ല വിട്ടേക്കുന്നതെന്ന് തുറന്ന് സംസാരിച്ചില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇപ്പൊ ഞാൻ രാത്രി പുറപ്പെട്ട അവിടെ വന്ന് ഞാൻ എവിടെ താമസിക്കും ഇത്യാദി കാര്യങ്ങൾ തിരക്കി. നിനക്ക് ആവശ്യമുള്ള കാര്യം തിരക്കിയാൽ മതി, ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോകണ്ട. നിന്നെ വിളിക്കാത്ത പണി നീ ചെയ്യാൻ പോകണ്ട. അതാ ബിലയാമിന്റെ ഭാഗത്തെ തെറ്റ്. പക്ഷെ ഒരു കാര്യം കർത്താവ് ചെയ്തു, ഒരു കൃപയാ ചെയ്തത്. ബിലയാമിനെ വഴിയിൽ വെച്ച് കർത്താവ് തട്ടിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അവിടെ പോകുന്ന കൊള്ളാം. പക്ഷെ ഒരു കാര്യം, ഞാൻ നാവി വെച്ച് തരുന്ന കാര്യമല്ലാതെ വേറൊന്നും പറയാൻ നിൽക്കരുത്. ഞാൻ നാവിൽ നിനക്ക് അങ്ങോട്ട് വെച്ച് തരും, അതങ്ങോട്ട് നീ പറഞ്ഞാൽ മതി യേശുവിന്റെ നാമത്തിൽ. ദൈവികമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്, ദൈവകോപം ജ്വലിക്കും. ദൈവികമല്ലാത്ത കാര്യങ്ങൾ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാൻ നിൽക്കരുത്, ദൈവകോപം ജ്വലിക്കും. ദൈവം തോന്നിപ്പിക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് അങ്ങോട്ട് വെളിപ്പെടുത്തി തന്നു എന്ന് പറയാൻ നിൽക്കരുത്, ദൈവകോപം ജ്വലിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ നാവി വെച്ച് തരും, അത് ഇയാളങ്ങ് പറഞ്ഞാൽ മതി. കൂടുതൽ പ്രവാചകനാകാൻ നിൽക്കണ്ട, അധിക പ്രസംഗിയോട്ടാകുകയും വേണ്ട. ഒന്ന് പറഞ്ഞേ, കർത്താവേ എന്നെ നീ ആക്കുന്നത് പോലെ ഞാൻ ആയാ മതി എന്ന്. എത്ര പേർക്ക് അത് പറയാൻ പറ്റുമോ എന്തോ? എന്നെ നീ ആക്കുന്നത് പോലെ ഞാൻ ആയാ മതി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എന്നെ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് എന്നെ യൂസ് ചെയ്താൽ മതി കർത്താവേ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഇനിയായി എനിക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ഇവിടെ കത്തുന്ന തീ വേറെയാ. എവിടെ? ബാലാക്കിന്റെ ജീവിതത്തിൽ കത്തുന്ന തീ വേറെയാ. പുള്ളി ചെയ്ത പണി നോക്കണം. ബിലയാമിനെ വിളിച്ചിട്ട് ദൈവകൃപ വസിക്കുന്ന ബിലയാമിനെയും കൊണ്ടുപോയ സ്ഥലം നമുക്ക് സംഖ്യാപുസ്തകം 40-41, അതായത് 22-ാമത്തെ അധ്യായം 40-41 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തുവാ പുള്ളി ചെയ്തതെന്ന് ഞാൻ അങ്ങ് പറയാം, നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ പുള്ളി ചെയ്തത് പറയാം. ബിലയാമിനെയും പ്രഭുക്കന്മാരെയും താഴെ വിട്ടിട്ട്, മലയ്ക്ക് താഴെ വിട്ടിട്ട്, പർവ്വതത്തിന്റെ താഴെ വിട്ടിട്ട് ബാലിന് യാഗമർപ്പിക്കാൻ പൂജാഗിരിയിലേക്ക് ബാലാക്ക് കയറിപ്പോയി. പൂജാഗിരിയെ യാഗമർപ്പിക്കാൻ കയറിപ്പോയ പൂജാഗിരിയെ ഇംഗ്ലീഷിൽ ആൾട്ടർ എന്നാണ് വിളിക്കുന്നത്. ആൾട്ടർ രണ്ടുണ്ട്. ഒന്ന് ദൈവത്തിന്റെ ആൾട്ടറുണ്ട്, രണ്ട് സാത്താന്റെ ആൾട്ടറുണ്ട്. ദൈവത്തിന്റെ യാഗപീഠത്തിലും തീ കത്തും, സാത്താന്റെ യാഗപീഠത്തിലും തീ കത്തും. ദൈവവും തീ അയക്കും, സാത്താന്റെ യാഗപീഠത്തിൽ നിന്നും തീ കത്തും. ദൈവത്തിന്റെ ആത്മാവിലും ദൈവത്തിന്റെ ആത്മാവിലും സംസാരിക്കും, സാത്താന്റെ ആത്മാവിലും സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവിലും ശുശ്രൂഷ ചെയ്യും, സാത്താന്റെ ആത്മാവിലും ശുശ്രൂഷ ചെയ്യും. പക്ഷെ ഫൈനലി സാത്താന്റെ ആത്മാവ് കീഴടങ്ങും, ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ വിജയിക്കും. ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയാത്ത ബാലാക്ക് തന്റെ പൂജാഗിരിയിലേക്ക് ചെന്ന് അദ്ദേഹം നിർമ്മിച്ചുണ്ടാക്കിയ ബാലിന്റെ വിഗ്രഹത്തിന് ധൂപം കാട്ടാൻ പോയി. എന്താണ് അവിടെ ഈ ബാൽ എന്ത് ചെയ്യണം? ഈ ബാലിന്റെ വളരെ മ്ലേച്ഛ വിഗ്രഹങ്ങളാണ്, വൃത്തികെട്ട നിലയിലുള്ള രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നഗ്നത പ്രദർശിപ്പിക്കുന്ന വിഗ്രഹങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടാക്കുകയും അതിന് ആരാധന കഴിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അവിടെ മാത്രമല്ല, പലയിടങ്ങളിലും. അർത്തമിസ് ദേവിയുടെ വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പൗലോസിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലത്തെ ഒരു ആഭിചാര കർമ്മത്തിന്റെ ഒരു മേഖലയാണത്. ബാൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആഭിചാരത്തിലൂടെ സിദ്ധിച്ചെടുക്കുന്ന ശക്തി കൊണ്ടും സഹായം കൊണ്ടും
ദുർഭൂതങ്ങളുടെയും ദുരാത്മാക്കളുടെയും സഹായം കൊണ്ട് ഇസ്രായേല് എപ്പം വരുമെന്നറിയണം, ജനം എപ്പം വരുമെന്നറിയണം, അവരെ എങ്ങനെ ശപിക്കാൻ പറ്റും, അവരെ എങ്ങനെ വക വരുത്താമെന്നറിയണം. അതിനുള്ള സഹായം ബിലയാമിന് കിട്ടണം. അതിനുവേണ്ടിയാ ബാലിന് യാഗമർപ്പിക്കാൻ പുള്ളി പൂജാഗിരിയിലേക്ക് കയറിയത്. ബാലാക്ക് കയറിപ്പോയതായി നമുക്ക് ആ വചനത്തിൽ കാണാൻ കഴിയും. ബിലയാം ബാലിന്റെ ആരാധകനായിരുന്നെന്ന് യാതൊരു തെളിവുമില്ല. പക്ഷെ ബാലാക്ക് വിളിച്ചത് കൊണ്ട് കൂടെ പോകുന്നതേ ഉള്ളൂ. ഇസ്രായേലിയരുടെ ആദ്യ ദർശനം ലഭിക്കേണ്ടതിനാണ് ഈ യാഗം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഇസ്രായേലിയരുടെ ആദ്യ ദർശനം. കാരണം നോക്കി ശപിക്കണം. അവർ വീട്ടിൽ ഇരുന്നിട്ട് കർത്താവേ ഇസ്രായേലിയർ നശിച്ചു പോട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല. അവർ വരുന്നത് ആ കൂട്ടം വരുന്നത് കാണണം. ആ കൂട്ടത്തിന്റെ മേൽ ബിലയാമിന്റെ ദൃഷ്ടി പതിയണം. ബാലാക്ക് ഏർപ്പെടുത്തിയ മിനിസ്ട്രി ചെയ്യണം. എന്തുവാ? അവരെ കണ്ണുകൊണ്ട് നോക്കി നീ നശിച്ചു പോട്ടെ എന്ന് പറയണം. നിങ്ങളുടെ കാതുകൊണ്ട് കേട്ട് കാണും ചില വ്യക്തികൾ നിങ്ങളെ നോക്കി അങ്ങനെ പറഞ്ഞത്. ഇന്ന് ആ വാക്കിന്റെ ബലം ക്യാൻസൽ ആകും കേട്ടോ. ഇവിടെ കത്തുന്ന തീ സാത്താന്റെ ആൾട്ടറിൽ നിന്നാണ്. ഒരു അന്യാഗ്നിയായി ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന ബാലാക്കിന്റെ മേൽ ബാലിന്റെ തീ കത്തുന്നു എന്ന് പറയാം. ബാലാക്കിന്റെ മേൽ ബാലിന്റെ തീയാ കത്തുന്നേ. ഇവിടെ ആർക്കും നേരെയാ ഇവർ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് അറിയുന്നില്ല. ആർക്ക് നേരെയാ നിൽക്കുന്നതെന്ന് അറിയുന്നില്ല. പുള്ളി ഒരു ആത്മാവിന്റെ അല്ലെങ്കിൽ ഒന്നിലധികം ആത്മാവിന്റെ സഹായം ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ കാര്യം അങ്ങ് നടത്തിക്കളയാന്ന് പറഞ്ഞ് ആർക്ക് നേരെയാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, നിങ്ങൾക്ക് വിളിക്കാൻ 10,000 നാമങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വിളിക്കാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. പക്ഷെ നീ വിളിക്കുന്ന നാമത്തിന്റെ ശക്തി 10,000 നാമങ്ങൾ ഉള്ളവനേക്കാളും മഹത്തരമായ നാമമാണ്. സാത്താന്റെ ആൾട്ടറിൽ നിന്ന് പുറപ്പെടുന്ന തീയെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതൽ ഇന്നും ഈ ഭൂമിയിലുണ്ട്. സാത്താന്റെ യാഗപീഠത്തിൽ നിന്ന് കത്തിജ്വലിക്കുന്ന തീയും അതിന്റെ ചൂടിനെയും എന്നേക്കുമായി അമർച്ച ചെയ്ത് ദൈവത്തിന്റെ തീ കത്തിച്ചു നിർത്താൻ കഴിയുന്ന ദൈവഭക്തർ ഇന്നും ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ളവരെ എന്നെ കേട്ടോണ്ടിരിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും പൊള്ളൽ അനുഭവിക്കുന്നതിന്റെ കാരണം സാത്താന്റെ തീ അത് നിന്റെ മേൽ പടരുന്നത് കൊണ്ട്, നിന്റെ ജീവിതത്തിലേക്ക് പടരുന്നത് കൊണ്ട്. സാത്താന്റെ ആൾട്ടറിൽ നിന്ന് തീ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ആൾട്ടറിൽ നിന്ന് അസംഖ്യം ദുരാത്മാക്കൾ നിന്റെ ജീവിതത്തിന് നേരെ പുറപ്പെട്ടു വരും. ഇടം വലം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദുരാത്മാക്കൾ ജീവിതത്തിലേക്ക് പുറപ്പെട്ടു വരും. അത് തടയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ തേജസ്സിനകത്ത ഒരു ദൈവ പൈതൽ ജീവിച്ചിരിക്കണം. ഒന്നും കൂടെ പറഞ്ഞാൽ, പറഞ്ഞ ഭാഷയിൽ തന്നെ പറഞ്ഞു വന്നാൽ, ദൈവത്തിന്റെ തീ കൊണ്ട് ഒരു ദൈവ പൈതലിന്റെ ജീവിതം ആവരണം ചെയ്തിരിക്കണം. ദൈവത്തിന്റെ തീ കൊണ്ട് ആവരണം ചെയ്ത ഒരു ഭക്തന്റെ ലൈഫിലേക്ക് സത്താനിക് ആൾട്ടറിൽ നിന്നൊരു തീ പുറപ്പെട്ടിട്ടും കാര്യമില്ല. തീ പുറപ്പെട്ടിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസ് അറിയാമായിരിക്കും. പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് ഇവരൊക്കെ സഞ്ചരിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള കാറുകളിലാണ്. വെടി ഉതിർക്കാന്നേ ഉള്ളൂ, ഉണ്ട കാറിന്മേൽ തട്ടി തെറിച്ചു പോകും. മനസ്സിലായോ? കാരണം അത് ബുള്ളറ്റിനെ ചെറുക്കാൻ തക്കവണ്ണമുള്ള ചില മെറ്റീരിയൽ കൊണ്ട്, ലോഹം കൊണ്ട് അതിനെ ആവരണം ചെയ്തിരിക്കുന്നു. നിങ്ങൾ റെയിൻകോട്ട് ധരിക്കാറുണ്ട്. വാട്ടർ പ്രൂഫായിട്ടുള്ള റെയിൻകോട്ടുകൾ നിങ്ങൾ ധരിക്കുമ്പോൾ എത്രത്തോളം വാട്ടർ പ്രൂഫായിട്ടുള്ള റെയിൻകോട്ട് നിങ്ങളുടെ ശരീരത്തിന് എത്ര ഭാഗം കവർ ചെയ്തിരിക്കുന്നു അത്രയും ഭാഗം നനയത്തില്ല. അതില്ലാത്ത ഭാഗം മാത്രമേ നിങ്ങൾക്ക് മഴ നനയത്തുള്ളൂ എന്നതുപോലെ ദൈവിക തീ കൊണ്ട് ഒരു ഭക്തനും ഭക്തന്റെ കുടുംബവും ആവരണം ചെയ്യപ്പെട്ടാൽ സൈറ്റാനിക് ആൾട്ടറിൽ നിന്നുള്ള ഒരു തീയോ ചൂടോ നിന്റെ ജീവിതത്തെ ആക്രമിക്കത്തില്ല. ദൈവത്തിന്റെ തീ കൊണ്ടൊരു മനുഷ്യന്റെ അവയവങ്ങൾ ആവരണം ചെയ്യപ്പെട്ടാൽ സൈറ്റാനിക് ആൾട്ടറിൽ നിന്നുള്ള ഒരു തീയിൽ നിന്ന് പുറപ്പെടുന്ന രോഗശക്തി അവന്റെ അവയവങ്ങളെ ബാധിക്കത്തില്ല.
സൈറ്റാനിക് ഫയർ നിന്റെ സ്പിരിച്വൽ ലൈഫിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ലെങ്കിൽ, ദൈവത്തിന്റെ തീ നിന്റെ സ്പിരിച്വൽ ലൈഫിനെ അനുദിനം കത്തിച്ചുകൊണ്ടിരിക്കണം. ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ ജീവിതത്തെ ആക്രമിക്കാൻ പാടില്ലെങ്കിൽ നിന്റെ ലൈഫിൽ ഒരു ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാകാത്ത നിലയിൽ പ്രകാശം സദാസമയവും ജ്വലിച്ചുകൊണ്ടിരിക്കണം. അത് നീ ഉറങ്ങുമ്പോൾ പോലും. ഇവിടെ ബാലാക്ക് ബാലിന്റെ ആരാധകനായി ബാലിന്റെ ശക്തിയിൽ ബാലിന്റെ യാഗപീഠത്തിൽ ധൂപം കാട്ടി അവിടെ നിന്നുള്ള ഒരു സഹായം അഭ്യർത്ഥിച്ച് അവരുടെ വരവിനെ കുറിച്ച് ബാലിനോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് അവനെ കാണിച്ചു തരണം, എനിക്ക് അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, എന്നെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അവരെ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പ്ലാറ്റ്ഫോമിനകത്ത്, ഈ പ്ലാറ്റ്ഫോമിനെതിരെ, എനിക്കെതിരെ, ഫാമിലിക്കെതിരെ, ഈ പ്ലാറ്റ്ഫോമുമായി അസോസിയേറ്റ് ചെയ്യുന്നവർക്കെതിരെയുള്ള എല്ലാ എതിർ പ്രാർത്ഥനകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. In the name of Jesus. Hallelujah. എതിർ പ്രാർത്ഥനകൾ ബാലുടെയും പ്രാർത്ഥനയാ, ബാലിൻ്റെതും പ്രാർത്ഥനയാ, ബാലാക്കിൻ്റെതും പ്രാർത്ഥനയാ. ബാലിനോടുള്ള ബാലാക്കിന്റെ പ്രാർത്ഥന എതിർ പ്രാർത്ഥനയും, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥന ന്യായമായ പ്രാർത്ഥനയുമാണ്. രണ്ടും പ്രാർത്ഥന തന്നെ. ആ എതിർ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. ആമേൻ. നിങ്ങളുടെ നന്മയ്ക്കെതിരായിട്ടുള്ള വാക്കുകൾ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യട്ടെ. നിങ്ങളുടെ ഉയർച്ചയ്ക്കും വാഗ്ദത്തത്തിനും എതിരായിട്ടുള്ള എല്ലാ വാക്കുകളും പരിശുദ്ധാത്മാവ് സെക്കൻഡിൽ ക്യാൻസൽ ചെയ്യട്ടെ. In the name of Jesus. സൈറ്റാനിക് ആൾട്ടർ, കാരണം അവിടെ യാഗപീഠം കത്തിച്ചു കഴിഞ്ഞു. സൈറ്റാനിക് ആൾട്ടർ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ലൈഫിലേക്ക് മാറിയും തിരിഞ്ഞും ഒരു സൈക്ലിംഗ് ആയിട്ട് വന്ന് ഒരു രോഗം വിട്ടുപോയി പിന്നെ ആ രോഗം വന്നു, ഒരു പോരാട്ടം വിട്ടുപോയി പിന്നെയും ആ പോരാട്ടം വന്നു, ഒരു ബാധ വിട്ടുപോയി പിന്നെയും ആ ബാധ വന്നു, ഒരു വിഷമം വിട്ടുപോയി പിന്നെയും വിഷമം വന്നു, ഒരു ഡിപ്രഷൻ വിട്ടുപോയി പിന്നെ അടുത്ത മാസം വീണ്ടും ഡിപ്രഷൻ വന്നു, ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചു പിന്നെ അടുത്ത മാസം വീണ്ടും അടുത്ത രോഗത്തിന് മരുന്ന് കഴിക്കുന്നു. ഇങ്ങനെ സൈക്ലിംഗ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് സൈറ്റാനിക് അൾട്ടറിൽ നിന്നുള്ള തീയാണ്. യേശുവിന്റെ നാമത്തിൽ ആ തീയുടെ പടർച്ചയെ യേശുവിന്റെ നാമത്തിൽ അമർച്ച ചെയ്യുന്നു. Name of Jesus. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ അറ്റാക്ക് കൊണ്ട് ജീവിക്കുന്ന, അതിന്റെ അറ്റാക്കിനകത്ത്, അതിന്റെ ഇൻഫ്ലുവൻസിനകത്ത് ജീവിക്കുന്ന ചില വ്യക്തികളുടെ ശരീരത്തിന് മേൽ ദൈവസന്നിധിയിൽ നിന്നുള്ള, ദൈവത്തിന്റെ ആൾട്ടറിൽ നിന്നുള്ള തീ പിടിക്കുകയാണ്. നിന്റെ ശരീരത്തിലേക്ക് സൈറ്റാനിക് ആൾട്ടറിന്റെ ശക്തിയോടെ കയറി വന്ന ചില ദുർഭൂതങ്ങളെ കരിച്ചു കളയുന്ന ദൈവത്തിന്റെ തീ ഈ സെക്കൻഡിൽ ചില ശരീരത്തിനകത്തേക്ക് ഇറങ്ങുന്നു. Fire in the name of Jesus. ഇവയുടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ദുരാത്മാക്കൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വാക്ക് പറയുമ്പോഴാണ് ചിലരുടെ മേൽ ദൈവിക സാന്നിധ്യം ജ്വലിക്കുന്നത്. ആ ജ്വലിക്കുന്ന തീയാൽ സകല ഇരുട്ടിന്റെ ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു മാറുന്നു. In the name of Jesus. പിറ്റേന്ന് ബിലയാമിനെ ഈ ബാലാക്ക് കൊണ്ടുപോയത് ബാലിന്റെ ഈ പൂജാഗിരികളിൽ നിന്നായിരുന്നു. കാരണം ബാലിനെ പ്രസാദിപ്പിച്ചു, ബാലിന്റെ സഹായമുണ്ട്, ഇനി നീ ഇവിടെ നിന്നാൽ മതി, അവർ ഈ പർവ്വതത്തിന് മുകളിൽ നീ നിൽക്ക്, അവൻ വരുന്ന അവൻ്റെ ഒരു മുക്കെങ്കിലും മൂലയെങ്കിലും കണ്ടാൽ നീ ശപിച്ചോണം, നീ ശപിച്ചോണം, നീ ശപിച്ചോണം. ഞാനിവിടെ നിർത്തുകയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളിക്ക് കുറേ എണ്ണയും കുറേ വിറകും കുറേ നെയ്യും ഒക്കെ പോയത് തന്നെ മെച്ചം. ആ ജനത്തെ ശപിക്കാൻ ദൈവം
അനുവദിച്ചില്ല. പലരും നിനക്കെതിരായി 10,000 ചെലവാക്കുന്നുണ്ടായിരിക്കാം. പലരും നിങ്ങൾക്കെതിരായി നിങ്ങളുടെ നീതി തട്ടിയെടുക്കാനായി 10,000 ചെലവാക്കുന്നുണ്ടാകാം. പലരും നിങ്ങൾക്കുള്ള നന്മയെ തടയാനായി 10,000 ചെലവാക്കുന്നുണ്ടായിരിക്കാം. പലരും നിങ്ങളുടെ അഭിവൃദ്ധിയെ തടയാൻ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം. പലയിടത്തും കത്തിക്കുന്നുണ്ടായിരിക്കാം. പലരെയും ചൂടുകയറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയാണോ, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണോ, ദൈവം കണ്ട ഒരു വ്യക്തിത്വമാണോ നിന്നെ ശപിക്കാനോ നിന്നെ തകർക്കാനോ ഒരു സൈറ്റാനിക് അൾട്ടറിൻ്റെ ശക്തിക്കും കഴിയത്തില്ല. ഒരു തീക്കും കത്തത്തില്ല. ഒരു തീക്കും പറ്റത്തില്ല. ആ തീയെ കത്തിക്കുന്ന, ആ തീയെ വിഴുങ്ങുന്നൊരു തീയ എന്റെയും നിങ്ങളുടെയും മേൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. മന്ത്രവാദിയുടെ വടി പാമ്പുമായി, മോശയുടെ വടിയും പാമ്പായി. പക്ഷേ മന്ത്രവാദിയുടെ കയ്യിലിരുന്ന വടിയുടെ പാമ്പിനെ മോശയുടെ വടി പാമ്പായപ്പോ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞതുപോലെ ആ തീയെ വിഴുങ്ങാനുള്ള തീ എന്റെ മേൽ കത്തുന്നു. ശത്രുവിന്റെ ബലത്തെ തകർക്കാനുള്ള ബലം എന്റെ മേൽ ചലിക്കുന്നു. ശത്രുവിന്റെ പദ്ധതിയെ കാലെ കൂട്ടി കണ്ട് തകർത്ത് കരിച്ചു കളയാനുള്ള തീ എന്റെ മേൽ വ്യാപരിക്കുന്നു. ശത്രുവിന്റെ എതിർ പ്രാർത്ഥനകളെ തകർത്തു കളയുവാനുള്ള പ്രാർത്ഥന എന്റെ അതരത്തിൽ വെളിപ്പെടുന്നു. ശത്രുവിന്റെ ആലോചനയെ മറിച്ചിടുവാനുള്ള ദൈവശക്തി എന്റെ അതരത്തിൽ വെളിപ്പെടുന്നു. ശത്രുവിന്റെ പദ്ധതിയെ തകർക്കുവാനുള്ള ദൈവിക പദ്ധതി എന്റെ മേൽ ചലിക്കുന്നു. ശത്രുവിന്റെ യാഗപീഠത്തെ തകർക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ യാഗപീഠത്തെ ഇടിക്കുവാനുള്ള ദൈവശക്തി എന്റെ അധരത്തിന്മേൽ വെളിപ്പെടുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യേശുവിന്റെ നാമത്തിൽ ആമേൻ, എനിക്ക് വിരോധമായി പറഞ്ഞേ എനിക്ക് വിരോധമായി, എന്റെ കുടുംബത്തിന് വിരോധമായി, എന്റെ തലമുറകൾക്ക് വിരോധമായി, എന്റെ സഭയ്ക്ക് വിരോധമായി, എന്റെ അഭിവൃദ്ധിക്ക് വിരോധമായി, എന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, എന്റെ വാഗ്ദത്തത്തിന് വിരോധമായി, എന്റെ മുന്നേറ്റത്തിന് വിരോധമായി, എന്റെ ആരോഗ്യത്തിന് വിരോധമായി, എന്റെ അഭിവൃദ്ധിക്ക് വിരോധമായി, എന്റെ കൃപയ്ക്ക് വിരോധമായി, എന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി, എന്റെ ജോലിക്ക് വിരോധമായി, എന്റെ വരുമാന മാർഗത്തിന് വിരോധമായി, എന്നിലേക്ക് വരുവാനുള്ള നന്മയ്ക്ക് വിരോധമായി, എന്നെ സ്നേഹിക്കുന്നവർക്ക് വിരോധമായി പിശാചും മനുഷ്യനും കൂടെ ചേർന്ന് സ്ഥാപിച്ച സകല യാഗപീഠങ്ങളും ആമേൻ കത്തിച്ച സകല തീയും power yakota sitil katosike altorkoseke tayaso yakatositas korase അവന്റെ മണ്ണ് ഞാൻ ഇടിക്കുന്നു. ആ യാഗപീഠം പണിയുവാൻ ഉപയോഗിച്ച മണ്ണ് ഞാൻ കരിക്കുന്നു. യാഗപീഠം പണിയാൻ ഉപയോഗിച്ച സിമന്റ് ഞാൻ കരിക്കുന്നു. യാഗപീഠം പണിയാൻ ഉപയോഗിച്ച കല്ല് ഞാൻ തകർക്കുന്നു. യാഗപീഠം കത്തിക്കാൻ ഉപയോഗിച്ച വിറക് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അതിലൊഴിച്ച നെയ് ക്യാൻസൽ ചെയ്യുന്നു. അതിനകത്തിട്ട പഞ്ചസാര ക്യാൻസൽ ചെയ്യുന്നു. അതിനകത്തിട്ട തീ ക്യാൻസൽ ചെയ്യുന്നു. അതിനകത്തുനിന്ന് ഉയർന്നു പൊങ്ങിയ പുകയെ അമർച്ച ചെയ്യുന്നു. യെസ് കോട്ടസ് കട്ടോസ് കട്ടോസ് power in Jesus name. Arkotas cover el kotas sanctity until kotas power of God. Naitosa power in Jesus name. ഈ സെക്കൻഡ് യാഗപീഠങ്ങളെ ഇടിക്കുകയാണ്. സകല സൈറ്റാനിക് ആൾട്ടോസും ഞാൻ ഇടിക്കുകയാണ്. യെസ് ഇപ്പോൾ തന്നെ ആ യാഗപീഠത്തിന്മേലുള്ള സകല ഇൻഫ്ലുവൻസ് ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. സകല ഇൻഫ്ലുവൻസ് ബ്രേക്ക് ചെയ്യുകയാണ്. സകല ഇൻഫ്ലുവൻസ് ബ്രേക്ക് ചെയ്യുകയാണ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന സകല സൈറ്റാനിക് ആൾട്ടോസിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ബ്രേക്ക് ചെയ്യുകയാണ്. സകല സോഴ്സും ബ്രേക്ക് ചെയ്യുകയാണ്. സകല റൈറ്റ്സും ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ നാവുള്ളവൻ പ്രാർത്ഥിക്കട്ടെ. നാവുള്ളവൻ ആമേൻ പറയട്ടെ. നാവുള്ളവൻ സംസാരിക്കട്ടെ. റഫടസോ കെബ ഇന്റലോഷസ് കറ്റസി റബ്രൈറ്റോ സൈറ്റൻ പവർ ഇൻ ജീസസ് നെയിം. ഷയാകമ കയാകമ യകോസ ഇൻ ജീസസ് നെയിം. വെറുതെ അല്ല ഈ പ്രയർ. ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ വായ് കൊണ്ട് പ്രസ്താവിച്ചതിനെ വിരോധമായി നിനക്കൊന്നും ഇവിടെ ചെയ്യാനൊക്കത്തില്ല. ദൈവത്തിന്റെ തീ കൊണ്ട് ഇവിടെ കവർ ചെയ്യുന്നു. ഈ ദേശം ദൈവത്തിന്റെ തീ കൊണ്ട് കവർ ചെയ്യുന്നു. വാ അടച്ചിരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുക. എനിക്കും അതാ ഇഷ്ടം. എന്നാൽ വാ തുറക്കുന്നവർ മാത്രം പ്രാർത്ഥിക്കട്ടെ.
എല്ലാ കാലവും അങ്ങനെ വാടച്ച് തന്നെ ഇരിക്കേണ്ടിയും വരും. സ്തോത്രം. കേൾക്കാനിരിക്കുന്നവർ അങ്ങനെ തന്നെ കേട്ടോണ്ടിരുന്ന കുറച്ചുകൂടെ കഴിയുമ്പോൾ മീറ്റിംഗ് തീരും, വീട്ടിൽ പോവാം. എന്ന വാ തുറന്ന് സംസാരിക്കുന്നവൻ കൂടെ സംസാരിക്കും. ആത്മാവുള്ളവർ എന്റെ കുടുംബത്തിന് വിരോധമായത് ഇനി പിശാച് നിനക്ക് പണിയാനൊക്കത്തില്ല. എന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായത് പിശാചേ ഇനി നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്റെ ഹെൽത്തിന് വിരോധമായി പിശാചേ നിനക്കിനി ഒന്നും ചെയ്യാനൊക്കത്തില്ല. സകല സൈറ്റാനിക് അൽപസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങൾക്ക് വിരോധമായി പണിത യാഗപീഠങ്ങൾ, അതിനകത്ത് കത്തിയ തീയ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. Power in Jesus' name. അതിന്റെ എല്ലാ ക്ലൈമും ഞാൻ ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. Holy name. Shaya ba 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 ba. In the name of Jesus. ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. In the name of Jesus. In the name of Jesus. മഹത്വം ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, എന്നോട് കൂടെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഇതിനകത്ത് വെളിപ്പെട്ടൊരു ശുശ്രൂഷ ദൈവാത്മാവേ, അവിടുന്ന് ഇതാദ്യമായിട്ടാകുന്നു ഇതിനായി നിയോഗിച്ചത്. പിതാവേ, അങ്ങയുടെ ശക്തിയിൽ മറഞ്ഞിരുന്നു കൊണ്ടാകുന്നു അടിയനിത് ചെയ്തത്. സത്താന്റെ എല്ലാ ദൃഷ്ടിക്കും ഞാൻ ബന്ധിക്കുകയാണ്. ഹോളി ഗോസ്റ്റ്, ദൈവം മഹത്വത്തിന്റെ തീ ഞങ്ങൾ മേൽ കത്തിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹത്വത്തിന്റെ തീ കത്തിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹത്വത്തിന്റെ തീ കത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തിനൊരുപോലെ ഇതൊരു വിടുതലും അനുഗ്രഹവുമാക്കി തീർത്തതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി ടെസ്റ്റിമണീസ് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിൽ നിങ്ങളുടെ ടെസ്റ്റിമണി എന്താണെന്നുള്ളത് അറിയിക്കുക. പലരുടെയും ശരീരത്തിൽ പല തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരുടെ ശരീരത്തിൽ നിന്ന് സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് എന്നുള്ളത് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്തേക്കുക. ഒപ്പം നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. എല്ലാ ദിവസവും ഞങ്ങളുടെ മീറ്റിംഗ് രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ ചാനലിൽ നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളെ കേൾക്കുന്നവർ അല്ലെങ്കിൽ കാണുന്നവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഒരു ആത്മീയ ആരാധന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. രാവിലെ 6:30 മണിക്ക് യൂട്യൂബിൽ മാത്രവും വൈകുന്നേരം 6:30 മണിക്ക് യൂട്യൂബിലും സൂമിലുമാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ഇടയ്ക്ക് സ്പെഷ്യൽ പ്രെയറുകളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുമെല്ലാം നിങ്ങൾക്ക് ഈ ചാനൽ അവൈലബിൾ ആകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും കൂടെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് അധ്വാനിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അടുത്തൊരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. ഞാൻ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. ആമേൻ.